സ്പെഷ്യലായിട്ട് ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് ഞങ്ങളുടെ നോർമൽ ചോറ്, കറി ഇതൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഈ ഒരു കപ്പ് അരി മതി ഞങ്ങൾ 2 പേർക്കും കൂടെ. അപ്പം ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പരിപ്പ് സ്പിനാച്ച് കറിയാണ് ഉണ്ടാക്കുന്നത്. സോ പരിപ്പ് കഴുകിയെടുക്കാം. സ്പിനാച്ച് കഴുകി നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. സോ ഡയറക്റ്റ് ആയിട്ട് പരിപ്പിലേക്ക് ഒഴിക്കാം. അടുത്തത് നമുക്ക് വേണ്ടത് ഞാനിവിടെ ഒരു ഓണിയൻ എടുക്കുന്നുണ്ട്. ശരിക്കും ഈ ഓണിയൻ ഫുള്ള് വേണ്ട, നമുക്കൊരു ഹാഫ് മതി. ഇതും കുക്കറിൽ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് അതും കുക്കറിലേക്ക് ഇടാം. നെക്സ്റ്റ് ഗാർലിക്, ഇതൊരു 4 എണ്ണം മതി. ഇത് ഡയറക്റ്റ് ഇതിൽ ഇട്ട് കൊടുത്താൽ മതി, പേസ്റ്റ് ആയിക്കോളും. 2 ഗ്രീൻ ചില്ലി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 3 വിസിലാകുമ്പോഴത്തേക്ക് സെറ്റ് ആവും. അപ്പൊ ഇതിന്റെ കൂടെ ഞാനൊരു ബീറ്റ്റൂട്ട് മെഴുക്ക് വരട്ടി കൂടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ജസ്റ്റ് ഓണിയൻ, ഗ്രീൻ ചില്ലി വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിനിടയിൽ ചോറ് സെറ്റായിട്ടുണ്ട്. ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്ക് ഗ്രീൻ ചില്ലി, ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് അത്രയേ ഉള്ളൂ. ഇതൊന്ന് നല്ലോണം വാടി കിട്ടണം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ബീറ്റ്റൂട്ട് വേവുന്ന സമയത്ത് നമ്മുടെ കറി കുറച്ചുകൂടെ പണി ബാക്കിയുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ജീരകം പൊടിച്ചത്, ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീറ്റ്റൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി വറവിടാം. ഉലുവ, ജീരകം, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, ഇതൊക്കെയാണ് വറവിടുന്നത്. ഇനി ചെയ്യാനുള്ളത് കുറച്ച് ഫിഷ് ഇരിപ്പുണ്ട്. സോ ഗ്രില്ല് ചെയ്യാന്ന് വിചാരിച്ചു. ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെറുനാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ലഞ്ച് റെഡി ആയിട്ടുണ്ട്.